കണ്ടകള്. അനറബ്ബുക്കുമുൽ അഅ്ല എന്ന് പ്രഖ്യാപിച്ച, ഞാനാണ് വലിയ ആള് എന്ന് പറഞ്ഞ കിബറിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ അഡ്മിനിയായി പോസ്റ്റ് ചെയ്യട്ടെ ഈ ഫിർഔനിനെ. പ്രബോധനം നടത്താൻ വേണ്ടി പറഞ്ഞേക്കുന്ന 2 ദാഇമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞത് ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, കുറച്ച് സോഫ്റ്റ് ആയിട്ട് മൂപ്പരോടൊന്ന് സംസാരിച്ചു നോക്ക്, ചങ്ങായി നന്നായാലോ. അള്ളാഹ് അറിയില്ല മൂപ്പര് നന്നാവില്ല, എനിക്കറിയോ ഇല്ലോ നിങ്ങൾ നോക്കണ്ട, ദായിമാർ ചെയ്യേണ്ട പണിക്ക് സോഫ്റ്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. ആ ചങ്ങായിമാർ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ മുടിയെല്ലാം കണ്ട അങ്ങനെ പറയാനൊന്നും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് ഉള്ള പണി തന്നെ സമൂഹത്തെ മൊത്തം നരകത്തിൽ കിടത്ത മൂപ്പര് സ്വർഗത്തിൽ പോകാന്നുള്ളത്. ആ പണി ശരിയല്ല, അത് നമ്മൾ നിർത്തുക. അതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദഅവത്തിന് ഇസ്ലാം പറഞ്ഞ ഒരു രീതിയുണ്ട്, ആ രീതി തന്നെ നമ്മൾ സ്വീകരിക്കണം. റിസൾട്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയല്ല. 900 മേലെ കൊല്ലം പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയിട്ട് ആകെ വിരലിലെണ്ണാവുന്ന എണ്ണം ആൾക്കാരെ അല്ലേ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. അതെ, തഫ്സീർ റാസിയിലടക്കം കാണാലോ, ദായിമാര് കേൾക്കേണ്ടതാ, സംഘടനാ പ്രവർത്തകർ കേൾക്കേണ്ടതാ. എല്ലാ ദിവസവും നൂഹ് നബി അലൈഹി സ്വലാമിനെ അടിച്ചടിച്ചടിച്ച് ബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ അടിക്കും അത്രേ, ശത്രുക്കൾ ആക്രമിക്കും. എന്നിട്ട് അന്ന് തന്നെ ബോധം തെളിഞ്ഞാൽ പിന്നെ അടിക്കും. ഇങ്ങനെ എത്ര കാലം ആ പീഡനങ്ങൾ മഹാനവറുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹു മഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, നാട്ടുകാർക്ക് വിവരം കുറഞ്ഞുകൊണ്ടാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കണേ, നീ അവരെ നന്നാക്കണേ എന്ന് ദഅവത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ച നാളാണ് ഷെയ്ഖുൽ അംബിയാ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തുമ്പോൾ റിസൾട്ട് ആലോചിച്ചിട്ടാണോ പ്രബോധനം നടത്തുന്നത്? അബൂജഹലിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന പണി വെറുതെ ആണ് എന്ന് അള്ളാഹുവിന് അറിയാലേ. ഏതർത്ഥത്തിൽ? അബൂജഹൽ മുസ്ലിം ആവില്ല എന്നുള്ള അർത്ഥത്തിൽ. അതെ, പക്ഷെ റസൂലുള്ള എന്ന ദായി എടുക്കേണ്ട പണി ദഅവത്ത് നടത്തലാണ്. അതാണ്, ആള് നന്നാവോ ഇല്ലയോ നോക്കിയിട്ടല്ല നമ്മൾ ദഅവത്ത് നടത്തുന്നത്. ചിലപ്പോൾ ഇവിടെ തന്നെ വയൽ കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ചിലപ്പോൾ പരിചയക്കാർ ഇടുന്നു വരിക, ഒരു നാട്ടിൽ എവിടെ പോയിന് വയലിന് പോയി, എന്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ലോകത്ത് എത്ര ആളുണ്ട്? ആര് വായിക്കാൻ റിസാല, ആര് വായിക്കാൻ സുന്നി വോയിസ് എന്ന് പറയുന്ന ആളില്ലേ, ആരോ ഓതാൻ ഖുർആൻ എന്ന് പറയുന്ന ആളില്ലേ. അതുകൊണ്ട് നമ്മൾ ഈ പണിയൊക്കെ നിർത്തണം എന്ന് ആരും പറഞ്ഞോ? ഇല്ല, നമ്മൾ നമ്മെ ഏൽപ്പിച്ച പണി എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. എങ്കിൽ നമുക്ക് ലഭിക്കാനുണ്ട് എന്ന് അബ്ദുൽ ബാസിത്ത് എന്ന നിങ്ങളുടെ നാട്ടുകാരനായ സഖാഫിയായ മോൻ തെളിയിച്ചു തന്നു. ഞാൻ ഇവിടെ വന്ന് ബാസിദ് സഖാഫിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആ നിമിഷം മുതൽ ഈ ഇവിടെ എത്തുന്നവരെ കൂടെ ഉണ്ടായിരുന്ന ബാസിദ് സഖാഫിയുടെ വാപ്പാക്ക് മോനെ കുറിച്ച് പറയാൻ 1000 നാവാ. എൻ്റെ മുമ്പിൽ നടന്നിട്ടും ബേക്കിൽ നടന്നിട്ടും കൂടെ നടന്നിട്ടും ആ മോനെ കുറിച്ച് പറയുന്ന ഗുഡ് സർട്ടിഫിക്കറ്റുകൾ അത് മതിയല്ലോ ആ കുട്ടിക്ക്. ഇതേ വാക്ക് അള്ളാഹിനോട് ആ വാപ്പ പറഞ്ഞാൽ പോരെ ആ മോനിക്ക്? ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിലല്ലേ ഒരു കുട്ടിയുടെ സ്വർഗവും നരകമൊക്കെ കണക്കാക്കപ്പെടുന്നത്. ബാസിദ് സഖാഫിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദാണ് നമ്മുടെ കൂടെ ഉണ്ടായ SSFന്റെ സംസ്ഥാന സെക്രട്ടറി ആയ സ്വാബർ സഖാഫി ഉസ്താദ്. നമ്മൾ കുറേ കാലമല്ലോ കൂടെ. എന്നും പറയാനുള്ളത് ബാസിദ് സഖാഫിയുടെ മികവാണ്, നന്മകളാണ്. അള്ളാഹു മോന്റെ ഖബർ സ്വർഗാക്കട്ടെ. വാപ്പ പറയുന്ന തന്നെ എന്താ ബാസിദ് സഖാഫിനെ കുറിച്ച്? മരിച്ചത് മുതൽ 40 ദിവസം തുടർച്ചയായി, അല്ല 41 ദിവസങ്ങൾ തുടർച്ചയായി ഖുർആനോത്ത്, ആൾക്കാരുടെ ഒഴുക്ക്, ഖൈറാത്തുകളുടെ ഹദിയകൾ, ഇതൊക്കെ കിട്ടിയതിന്റെ കാരണം ഉടനെ തന്നെ ആ വാപ്പാന്റെ നാവിൽ നിന്ന് തന്നെ വരുന്നത് ഇതൊക്കെ SSFന്റെ കാരണം കൊണ്ട്, സംഘടനാ പ്രവർത്തനം കൊണ്ട് കിട്ടിയതാ. എൻ്റെ മോൻ ആരാണെന്ന് ആ കുട്ടി മരിച്ചപ്പോഴാണ് മനസ്സിലായത് ഉസ്താദ് എന്ന വാപ്പാന്റെ സർട്ടിഫിക്കറ്റ്. ഇതാ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയാനുള്ള ഒരു 4 ആളെ, വാപ്പയും ഉമ്മയൊക്കെ ആണെങ്കിൽ 4 ഒന്നും വേണ്ട, ഒരു നല്ല മനുഷ്യനെ കിട്ടിയാൽ മതി നമുക്ക്. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. നമ്മളെ ഖാദർ ഹാജി മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ നാട്ടുകാർ പറയും ആ ജുമാക്ക് നേരത്തെ വരുന്ന മനുഷ്യനല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയ വിലാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ നഫീസ ഹജ്ജുമ മരിച്ചു, ഓ ഉസ്താമാർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് എന്തൊരു താല്പര്യം എന്നറിയാം ആ താത്താക്ക് കട. നമ്മളെ കരീം ഹാജി മരണപ്പെട്ടു, അല്ലോ എപ്പോഴും പള്ളിയിലുണ്ടാകുന്ന മനുഷ്യനല്ലേ കണ്ട. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയ വിലാസം നമ്മളെക്കുറിച്ച് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്കിടയിൽ ചെറിയ കാലം ജീവിച്ച് ബാസിദ് സഖാഫി എന്ന പൊന്നുമോൻ നമുക്ക് തെളിയിച്ചു തന്നതാ. ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നാട്ടുകാരെന്താ മൂപ്പരെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കൂന്ന്. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, നാട്ടുകാരെന്ത് പറഞ്ഞാൽ എന്താ? അയാൾ ജീവിച്ചതിനനുസരിച്ച് സ്വർഗവും നരകവും കിട്ടുമെന്നല്ലാതെ. അപ്പോഴാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ നിലപാടങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മയ്യത്തിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആ മയ്യത്തിനെ കുറിച്ച് 4 മുഅ്മിനീങ്ങൾ നല്ലത് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, ആ മയ്യത്തിന് അല്ലാഹു സ്വർഗം ഷൂറാക്കിയിരിക്കുന്നു. അതാ നല്ലത് പറയണം നമ്മളെക്കുറിച്ച്. അതിന് നമുക്ക് ഏൽപ്പിച്ചെന്ന ഡ്യൂട്ടി SOSലാണെങ്കിലും SSFലാണെങ്കിലും മുസ്ലിം ജമാഅത്തിലാണെങ്കിലും കുറേ വിമതന്മാരും ത്വരപ്പന്മാരൊക്കെ ഉണ്ടാവും. എന്തിപ്പോ ചെയ്തിട്ട് കാര്യം? റമളാനിലാണോ സംഘടനാ പ്രവർത്തനം എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ബദർ യുദ്ധം എപ്പോൾ ഉണ്ടായിരുന്നു? ശവ്വാലോ എപ്പോഴുണ്ടായത്? അങ്ങനെ ആത്മീയത അഭിനയിച്ചിട്ട് സംഘടനാ വിരുദ്ധരാകുന്ന കുറെ കഴുകന്മാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും. അതിനെ മുഴുവനും അതിജയിച്ച് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുക. അതാണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് കാണിച്ചു തന്ന റൂട്ട്. ഇത് ആമുഖത്തിലെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വിഷയത്തിന്റെ കാമ്പിലേക്ക് കടക്കാൻ. നമ്മുടെ മക്കൾ